ഇവിടുത്തെ സാധനങ്ങളുടെ എല്ലാം പൈസ നമ്മൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും. പൈസയൊന്നും കേട്ടോ കളർ കണ്ടിട്ട്. ഇത് ന്യൂ ഷോപ്പാണ് കേട്ടോ. ഈ ലോട്ടസ് എക്സ്പ്രസ്സിലോട്ടാണ് ഇനി അടുത്ത്. എന്ത് പറ്റിയത് എനിക്ക് എനിക്ക് വഴിയൊക്കെ കറക്റ്റായിട്ട് അറിയാം. ഹലോ, തുറക്കോ? ആ തുറക്കാം. ഓക്കെ ഓക്കെ. Hi, mommy. Hi. 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 Hello. Mommy. Hello. Hello. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ചോറ് ഇരിപ്പുണ്ട്, വൈറ്റ് റൈസ് നാളെ കൊണ്ടുപോകും. എന്റെ ചോറ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നത്തെ ചോറ് തിന്നില്ല. ഞാൻ അവിടുന്ന് ചിക്കൻ റോളും മേടിച്ചത്. ഗാർലിക് ബ്രെഡ് മേടിച്ചിട്ട് കേട്ടോ. അതിനകത്ത് ഇരിപ്പുണ്ട്. ഇവളെന്താ, ഇവളുടെ പരിപാടി എന്താ? ഇവളവിടെ എന്തെടുക്കുക? റിപ്പയറിംഗ് വർക്കിലാണ്. ലൈറ്റ് ഓഫ് ചെയ്തില്ല. ഇറങ്ങടി, ഒന്ന് ഇറങ്ങുമോ താൻ? Come, let's go. Let's go and see some flowers. ഇത് ഇറക്കിറക്ക സൂക്ഷിച്ച്. അവൾക്കറിയാം എല്ലാം കറക്റ്റായിട്ട്. ഞാനെടുക്കാം ഒരു ചേഞ്ചിന്. ഇതെന്ത് പറ്റിയ ഇതെന്താ ഏട്ടാ? ഇത് വന്നോടനെ തന്നെ കൊഴിഞ്ഞു പോയല്ലോ. അല്ല എന്നാലും കുറച്ചൊന്ന് കാണാനെങ്കിലും വേണ്ടേ? ആ അങ്ങനെയാണ് രാത്രിയിലത്തെ. എന്താണ് ഹാർലിന് ഉറങ്ങിയാടി? ഹാർലി ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട്. ഹായ്. ആ ബ്രേക്ക്ഫാസ്റ്റ് ഡേയിലുണ്ട് ഇവിടെ. ഞാൻ നമുക്ക് മേടിച്ചല്ല, ഞാൻ ഇവക്ക് മേടിച്ചത്. വയറ് നിറഞ്ഞതുകൊണ്ട് പാലിന്റെ മനസ്സും നിറഞ്ഞു. മനസ്സും പിടി ഒരു ഫ്ലൈൻ കിസ് കൊടുക്കോ ഡാഡയ്ക്ക്? ഡാഡയ്ക്ക് ഒരു ഫ്ലൈൻ കിസ് കൊടുക്കോ? താങ്ക് യു. എന്താ ഹാറിൽ നീ വരുന്നില്ലേ നീ? ഇടി അവിടുത്തെ കഴിഞ്ഞു. ഇങ്ങോട്ട് വാ. പിടിച്ചടി മോളെ, നിന്നെ പിടിച്ചടി. ഇടി അലമ്പി ഹാറിന്. അല്ല നിനക്ക് ചായ അന്നൊരു കാര്യം ചേട്ടാ, ഇവിടെ നിർത്തിയേക്ക്. ഇവിടെ ചില പണിയുണ്ടെങ്കിൽ അവളവിടെ നിർത്തിയേക്ക്. എടുത്തേ. ഇത് വല്ല ഗൊറില്ലയുടെയോ ഡൈനോസറിന്റെയോ കുഞ്ഞു വല്ലോ ആണോ ഇങ്ങനെ കിടന്ന് കാറാനായിട്ട്? എങ്ങോട്ടൊന്നില്ലാതെ വഴിയൊക്കെ കറക്റ്റായിട്ട് അറിയാം. ഞെങ്ങിയാ എന്ത് ഞെങ്ങി? അത് ഭംഗി. അത് ഭംഗി, ഇത് ഞെങ്ങി. നമ്മുടെ വഴി എങ്ങോട്ടാണ് കേട്ടോ? വഴി അങ്ങോട്ടാണ്. നമ്മുടെ വഴി വരച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വഴി വരച്ച് കാണിച്ചത് അങ്ങോട്ട്
ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ആപ്പിൾ ഇവർക്ക് സ്ലൈസ് ആയിട്ട് നമ്മൾ തരും. നോക്കി എടുക്ക്, ഇത് വേണം അല്ലെങ്കിൽ അവിടെ ഉണ്ട് നല്ലത്. ഇത് കുഴപ്പമില്ല, ഇത് നല്ലതാണ്, കുഴപ്പമില്ലാത്ത ഇത് എടുക്കാറോ. ഒന്നും സാധനം മതിയല്ലോ ഉണ്ട്. മുട്ടയും ഇത് മാത്രം വേറെ. തേങ്ങ ടെസ്റ്റുകൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്ന കുട്ടിയാണ് ഞാൻ. ഫ്രൂട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ കൈ കൊടുക്കണ്ടല്ലോ, ഇത് ആവശ്യത്തിന് ഫുള്ളായി കൊടുക്കണ്ട. ഓക്കെ, ഈ മുട്ട മതിയോ? നോക്ക്. ഇത് എന്താണ് വലിയ വ്യത്യാസമൊന്നും ഏത് കളറാണെങ്കിലും ഇവളെയും കൊണ്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടുത്തെ സാധനങ്ങളുടെ എല്ലാം പൈസ നമ്മൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും. എത്ര കയ്യിരിക്കുന്ന പറ്റുന്നില്ലല്ലേ എനിക്ക്. കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കും, ഇത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ഈ വെജ് സ്റ്റൂ തന്നെ എപ്പോഴും മേടിച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതന്നെ വേറെ ട്രൈ ചെയ്യാനായിട്ട്. അതേ ഒരു കാര്യം ചെയ്യാം, ആപ്പിളിൻ്റെ മേടിക്കട്ടെ, ആപ്പിൾ റൈസ് കേക്ക് എടുക്കാം. കഴിക്കട്ടെ. എടി നിനക്കിത് ഇഷ്ടപ്പെട്ടാടി ഹാർലിനെ? ഇഷ്ടമായ കുഞ്ഞിനെ? ഇഷ്ടപ്പെട്ടാ? ഇപ്പൊക്കെ വലിച്ചത് ഇഷ്ടമായ? വാവാണോ ഇത്? പിന്നെ ബിസ്ക്കറ്റ് ഈ ഹെയിൻസിൻ്റെ ബിസ്ക്കറ്റിനൊക്കെ ഭയങ്കര മധുരമായി. നാളെ മേടിച്ചിട്ട് അത് ഞാൻ പോലും എനിക്ക് പോലും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ഇത് വേണം, ഇത് വേണം, ജിഞ്ചർ ബ്രെഡ് ബിസ്ക്കറ്റ്, മിനി ചീസ്. എന്ത് പറ്റി, മടുത്ത് പോയാ താൻ? തനിക്ക് എന്ത് പറ്റി, ടയേർഡായി പോയോ താൻ? തനിക്ക് എന്ത് പറ്റി? തനിക്ക് പെട്ടെന്നൊരു സ്നേഹം എന്ത് പറ്റി? അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവളുടെ എന്താണ് ചേട്ടാ ഒരു പാൻറ് മുകളിൽ കയറിയിരിക്കുന്ന? അവിടെ ഇരി കുറച്ചേരം. ഹായ്, സൂപ്പർ. ഓ അയ്യോ എങ്ങോട്ടാണോ? കേറ് പുറകെ ഇങ്ങോട്ടാ. ഇതിനകത്ത് ആദ്യമായിട്ട് കയറുന്ന, ബാക്കിയല്ല അതിനകത്ത് തന്നെ കയറിയിട്ടുണ്ടോള്. നോക്കിയേട്ടാ, പണ്ട് എന്ത് പേടിച്ച് കരഞ്ഞോണ്ടിരുന്നവളാണല്ലോ ഇതിനകത്തൊക്കെ കയറ്റുമ്പോ പിടിച്ച് നിർബന്ധിച്ച് കയറ്റുമ്പോ. പേജ് അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഞങ്ങള് മതി കഴിഞ്ഞു ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഉണ്ടല്ലോ ഏട്ടാ. രാത്രി എന്ത് രസം ഇവിടെ കാണാനായിട്ട്. കുറേ നാളായി നമ്മൾ രാത്രി ഇവിടെ വന്നിട്ട് അല്ലേ. നമുക്ക് മാത്രമേ തണുക്കാതെ ഉള്ളൂ ചേട്ടാ ഇവിടെ. കാറ്റ് നാളെ. ഓ, ഇതാണ് ജെയ്സിൻ്റെ ജിമ്മ്. ചേട്ടൻ ജിമ്മേറ്റ്സ് ഒക്കെ പോകുന്നുണ്ടല്ലോ ചേട്ടാ. തണുപ്പ് തുടങ്ങി കേട്ടോ ചെറുതായിട്ട്. ദേ പോണു. പിന്നെ ആ പട്ടീനെ പിടിക്കാനാണ് ഈ പോണത്. വാവ് വീണ്ടും ഹാർലിനെ കിട്ടി. കറി മേടിച്ചില്ലല്ലോ. വാ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇതിനകത്ത് കയറ്റ് ഇടറി ജാക്കറ്റ്. ഇത്ര നേരം പുറത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇതിനകത്തോട്ടേക്കിടാം. കവർ എടുത്തില്ലായിരുന്നു, കവർ മറന്നുപോയി. കുഴപ്പമില്ല, വീട്ടിൽ ചെന്നിട്ട് താഴത്തുനിന്ന് എടുത്തിട്ട് കവർ എടുത്തിട്ട് വന്നിട്ട് എടുത്താൽ മതി. കുഴപ്പമില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. വീണ്ടും അറസ്റ്റ്. ഇതിലേക്കൂടെ അങ്ങോട്ട് ദൂരെ പോകുമ്പോഴായിരുന്നു നമ്മൾ പഴയ താമസിച്ചിരുന്ന വീട്.
ഇപ്പം പക്ഷേ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇപ്പം എല്ലാം അടുത്തായി. ഈ ലോട്ടസ് എക്സ്പ്രസ്സിലോട്ടാണ് ഇനി അടുത്ത പോകാനുള്ളത്. ലോട്ടസ് എക്സ്പ്രസ്. പൊറോട്ട ഉണ്ട് ഫ്രോസൺ, അത് ചൂടാക്കാം. ഇവിടെ ഒരു ശ്രീലങ്കനാണ്, പക്ഷേ നമ്മുടെ തരത്തിലുള്ള ഫുഡുകളൊക്കെ കിട്ടും. ഇൻഡോ ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാം എന്തൊരു കറി. പഠിച്ചാ എന്താ മേടിക്കണം? വായിച്ചു പിടിക്കുക, എന്നിട്ട് പഠിക്കാം. നമുക്കൊരു കടായി ചിക്കൻ വാങ്ങിച്ചാലോ? ഓക്കെ. അപ്പോൾ കടായി ചിക്കൻ ഓർഡർ ചെയ്തിട്ട് 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ഏത്തക്ക മേടിക്കാൻ പോകാമെന്നാണ് ജെയ്സൺ ചേട്ടൻ പറയുന്നത്. ഏത്തക്ക മേടിച്ചിട്ട് വരാം. ഓക്കെ. നല്ല രസമുണ്ടല്ലേ രാത്രി കാണാനായിട്ട്? കൂട്ടിയത്? അയ്യോ, നമുക്ക് അപ്പുറത്ത് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇല്ല മറ്റേ ഷോപ്പിൽ? അവിടെ എല്ലാത്തരം സാധനങ്ങളും ഉള്ളതാണല്ലോ. ഓക്കെ. അപ്പോൾ ഏത്തക്ക ഷോപ്പ് അടച്ചു പോയി. മറ്റന്നാൾ വരാമല്ലോ. നാളത്തേക്കുണ്ടോ? പഴമുണ്ടോ? നിനക്ക് വല്ലതും വേണോ? വെറുതെ ഇരുന്ന് കൂവിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് കുറച്ചും കൂടെ നടന്നിട്ട് തിരിച്ചൊക്കെ വരാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അതിനകത്ത് ഇരുത്തത്തില്ല, അവിടെ എല്ലാം വലിച്ചു വരുന്നത്. ബെറ്റർ നമുക്ക് നടക്കുന്നതാണ്. മറ്റേ ആ ഷോപ്പിലേക്ക് ഒന്ന് വെറുതെ കയറി നോക്കാം. ഒന്നും മേടിച്ചില്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എന്നും കയറുന്ന കടയിലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിരം ഇവിടെ വീടായിരുന്നപ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഷോപ്പുകളായിരുന്നു കേട്ടോ. ഗ്രിൽ ഷോപ്പ് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് വരുന്നതായിരുന്നു. അപ്പം ഇങ്ങോട്ട് വരാറേ ഇല്ല തീരെ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതായിരുന്നു നമ്മൾ വാങ്ങിക്കേണ്ട സ്ഥലം. കടയുടെ സാധനങ്ങൾ മേടിക്കുന്നത് അത് ക്ലോസ് ആയിപ്പോയി. പിന്നെ ദേ ഇവിടെ ഒരു റാഞ്ചേഴ്സ് ബിരിയാണി ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് ഞങ്ങളെപ്പോഴും മേടിക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോഴും അങ്ങനെ മേടിക്കാറ്. ഇത് പുതിയതാണല്ലേ ഏട്ടാ? ഇത് ഡെസേർട്ടിൻ്റെ ഷോപ്പല്ലേ പുതിയത്? ഇത് ന്യൂ ഷോപ്പാണ് കേട്ടോ. ഞാനിതുവരെ വന്നിട്ടില്ല. ഇത് നമ്മുടെ പോലത്തുള്ള കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. വാവ്, സൂപ്പർ സാധനങ്ങൾ, അടിപൊളി. നീ ഇതിങ്ങനെ മേടിക്കാം, നമുക്ക് കുറച്ച് എന്തെങ്കിലും നോക്കാം. ഞാനങ്ങനെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു കേട്ടോ പുള്ളീനോട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടും കൂടെ എന്തെടുക്കുമായിരുന്നു? ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ കളിയാണ്. സഞ്ജു സാംസന്റെ പെട്ടപ്പൻ 6 കണ്ടിട്ട് ഹാർലി കൈയടിക്കുന്നു. ഹാർലിന് എന്ത് കണ്ടിട്ടുള്ള കൈയടിച്ചു? ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആണോ? കൈയടിയോ. അങ്ങനെ നമ്മൾ സിഗ്നലിലേക്ക് വന്നിരിക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാർലിങ്ങോട്ട് പോയെങ്കിൽ ഡാഡ എതിർപ്പാ നോക്കൂ. ഓപ്പൺ ചെയ്യൂ. മനസ്സില്ലാ മനസ്സോടുകൂടി ഹാർലിൻ വീട്ടിലെത്തിയിരിക്കണം. എന്താണ് ഹാർലിൻ ഈ വീടൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം? അമ്മ ഇങ്ങനെ ഇട്ടിട്ടാണോ പോയത്? അവളുടെ ഷൂസ് നീ ലഡു തന്നെ 3 എടുത്തു കഴിഞ്ഞാ രുചി അറിയത് കൊള്ളാം കേട്ടോ. സ്വീറ്റിന്റെ കൊള്ളാം. സ്പെഷ്യൽ ലഡുവാ. 3 തരത്തിലുള്ള ലഡു ഉണ്ടായിരുന്നു. മോത്തി എന്നൊക്കെ പറഞ്ഞത്. ഇതിനകത്ത് നട്ട്സൊക്കെ ഉണ്ടല്ലോ. ആ സ്പെഷ്യൽ ലഡു എന്ന് വെച്ചിട്ടുണ്ടോ? വേറെ 2 വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതെനിക്കെന്താ നേരെ ലഡു
ഈ വണ്ണം പോരാഞ്ഞിട്ടാണ് ഇനി അടുത്ത ഇതൊന്നും ടേസ്റ്റ് ചെയ്യില്ല മറ്റേ സാധനം. പിന്നെ നോക്കാം അത് ഇച്ചിരി നോക്കാം. ആ ഇത് ചേട്ടന് ഇഷ്ടപ്പെടാൻ വഴിയില്ല. അത് പേടയുടെ കൂട്ടുകാരനാ. ഒരു കാര്യം നല്ല ലഡു. അങ്ങനെ ജെയ്സൺ ചേട്ടൻ പൊറോട്ട എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. ഹാർലിനെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഹാർലിന് ഫുഡ് കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ കുളിച്ച് സെറ്റായിട്ട് വരാം. പ്ലസ് യു. എൻ്റെ തുമ്മലാണ് തോന്നുന്നു കേട്ടോ ജെയ്സനാണ് കിട്ടിയപ്പോ. അവൾക്ക് ഫുഡ് കൊടു. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ മിസ് റൈച്ചിലുമായിട്ട് എൻജോയ് ചെയ്യും. ബൈ. ഞാൻ വന്നിട്ട് കറിയും ഇതും എടുക്കാം കേട്ടോ. എല്ലാം കഴിഞ്ഞ് സെറ്റായി. ഫുഡ് കഴിക്കാം. ഫുഡിന് കറി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പൊറോട്ട, ഫ്രോസൺ പൊറോട്ട ഉണ്ട്. അങ്ങനെ ദേ നമ്മുടെ പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി കറി കൊള്ളാം കേട്ടോ കണ്ടിട്ട്. പക്ഷേ ഇച്ചിരി എണ്ണ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കറിക്കകത്ത്. നോക്കിയാ ഇച്ചിരി എണ്ണ കൂടുതലല്ലേ കറിയിടകത്ത്. കുഴപ്പമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. കടായി ചിക്കനാണ് പറഞ്ഞത്. കടായി ചിക്കൻ എങ്ങനെയുണ്ടെന്ന് പക്ഷേ ഇച്ചിരി സ്പൈസിയാന്ന് തോന്നുന്നു കേട്ടോ കളർ കണ്ടിട്ട്. അത്ര സ്പൈസി വേണ്ട, മീഡിയം സ്പൈസി വേണോ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നോക്കാം, എന്തായാലും കഴിച്ചു നോക്കാം. അങ്ങോട്ട് നോക്കിയേട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഹാർലിന് ഓൾറെഡി ഫുഡ് കഴിച്ചതാ. ഞാനും ജെയ്സൺ ഞങ്ങൾ കഴിക്കാം. ഓൾറെഡി സമയം 10 മണിയാകാനായി വൈകുന്നേരം. സാധാരണ ഇത്ര ലേറ്റായി പോയി. പുറത്തൊക്കെ പോയി വന്നതാണ്. പിക്കറ്റോ? ഇത് ഹൈലൈറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ഫുള്ള് കാണാൻ പറ്റില്ല ഏട്ടാ. കഴിച്ചോട്ടോ, കുഞ്ഞു കഴിച്ചല്ലേ? ഭയങ്കര എരിവ് ഹാറിൽ. അപ്പൊ നല്ല എരിവെന്ന് പറയാൻ ഞാൻ നന്നായി. മീഡിയം എരിവായിട്ട് തന്നെ എനിക്ക് എരിഞ്ഞിട്ട് വയ്യ. നല്ല എരിവ് എനിക്ക് നല്ലപോലെ എരിയുന്ന ചുണ്ടേൽ മുട്ടിക്കാൻ പറ്റണ. കഴിച്ചു പോയി ദിവസമായി. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ റെഡിയായി. ഹാറിന് വട്ട് പിടിച്ചിരിക്കുകയാണ്. സ്ലീപ്പ് ബാഗിനകത്ത് കയറിക്കോ. സ്ലീപ്പ് ബാഗ് കയറിക്കോ. ഡാഡ സ്ലീപ്പ് ബാഗിൽ എടുക്കുന്ന കേട്ടാ. സ്ലീപ്പിംഗ് ടൈം. ഉമ്മ 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 ഗുഡ് നൈറ്റ് പറയാ. ഉമ്മ നല്ല കൊച്ച, നല്ല കൊച്ച. ബൈ, ഗുഡ് നൈറ്റ്, സ്ലീപ്പിംഗ് ടൈം.